10ാം ക്ലാസ്സിലെ കേരള സിലബസിലെ എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന കുട്ടികളായിരുന്നോ നിങ്ങൾ, അല്ലെങ്കിൽ അവരുടെ പാരന്റ് ആണോ നിങ്ങൾ? ഒരു കാര്യം മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് മാത്സ് പേടിയുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്പെഷ്യൽ കോഴ്സ് വന്നിരിക്കുകയാണ്, ക്രാഷ് കോഴ്സ് മാത്സിൻ്റെതാണ് കേട്ടോ. അപ്പം ആ ഒരു സബ്ജക്റ്റിൽ എൻ്റെ A+ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെടുന്നവരും, അതുപോലെ തന്നെ ഇനി ആ മാത്സിന് എനിക്ക് പാസ്സാകാൻ പറ്റുമോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു സുവർണ അവസരം തന്നെയാണ് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. കാരണം ഇതിന്റെ ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത് അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഒക്കെ ഇരുന്നിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്രത്യേക സിലബസിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ്. പിന്നെ എല്ലാ കുട്ടികൾക്കും, അതായത് ഒരു ബേസ് പോലും, മാത്സിന്റെ ബേസ് പോലും ഇല്ലാതെ വരുന്ന കുട്ടികൾക്ക് പോലും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിലൊക്കെയാണ് ഇതിന്റെ ഒരു സിലബസിന്, ഇതിന്റെ ഒരു പാറ്റേൺ അവർ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി മാത്സിനെ പേടിച്ചിട്ട് മറ്റുള്ള എക്സാമിനെ കൂടി ബാധിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ആങ്സൈറ്റിന്റെ ആവശ്യമില്ല. മാത്സ് ആങ്സൈറ്റിയോ അതുപോലെ തന്നെ എക്സാം ആങ്സൈറ്റിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ, ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ക്രാഷ് കോഴ്സ്, മാത്സിന്റെ ക്രാഷ് കോഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യുക, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ഈ വരുന്ന എക്സാം, SLC എക്സാം ഒക്കെ വളരെ സിമ്പിൾ ആയിരിക്കട്ടെ. അതിനോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് തയ്യാറാവുക, നന്നായിട്ട് പഠിക്കാൻ. നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ലേണിംഗിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങളുടെ സ്വന്തം ഇബ്രാഹിം മജീദ്, കൗൺസിലർ ആൻഡ് സൈക്കോ തെറാപ്പിസ്റ്റ് ആൻഡ് ഇന്റർവെൻഷനിസ്റ്റ്.